നമസ്കാരം. VM ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പത്തനംതിട്ട നഴ്സിംഗ് കോളേജിൽ അമ്മുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇടുപ്പിനും ആമാശയത്തിനും ഗുരുതര പരിക്ക്. ആമാശയത്തിൽ 50% വെള്ളം മാത്രമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ബിലു ചേരുന്നു. ബിലു, എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് അനുജ. നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിട്ടുള്ള അമ്മു സജീവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ നിർണായകമായ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇതാണ് മരണകാരണമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനു പുറമെ വീഴ്ചയുടെ ആഘാതത്തിൽ ഇടുപ്പിനും തുടയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇതും മരണത്തിലേക്ക് വഴിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തലയോട്ടിയുടെ 2 ഭാഗങ്ങളിൽ നിന്ന് രക്തം വാർന്ന നിലയിലാണ്. ഇടുപ്പെല്ല് പൊട്ടുകയും രക്തം വാർന്നു പോയതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം തന്നെ വലത്തെ ശ്വാസകോശത്തിലും ചതവ് ഉണ്ടായിട്ടുണ്ട്. തലച്ചോറിന് കാര്യമായ പരിക്കേറ്റിട്ടുണ്ട്. ഏറെ നേരം ഭക്ഷണം കഴിച്ചില്ല എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയ മറ്റൊരു നിർണായകമായ തെളിവ്. ആമാശയത്തിൽ ഉണ്ടായിരുന്നത് വെറും 50 മില്ലി വെള്ളം മാത്രമായിരുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും സമയം ഈ കുട്ടി ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടി ലഭിക്കുന്നു. മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു ഈ കുട്ടി. നവംബർ 15-നാണ് അമ്മുവിനെ ചുട്ടിപ്പാറ MES കോളേജിലെ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുന്നിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ 3 സഹപാഠികളായ വിദ്യാർത്ഥിനികളെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മുവിനെ വിദ്യാർത്ഥികൾ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചെന്ന മാതാപിതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ സംഭവ ദിവസം അമ്മു ഭക്ഷണം കഴിച്ചില്ല എന്ന് പറയുമ്പോൾ അത്തരത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരിക്കാം. ഒരുപക്ഷെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ കുട്ടിയെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന മറ്റെന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടായിരിക്കാം എന്നുമാണിപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് പത്തനംതിട്ട കോളേജിൽ നടന്നിരിക്കുന്നത്. നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിട്ടുള്ള അമ്മുവിൻ്റെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണവും അതോടൊപ്പം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ തന്നെ അന്വേഷണത്തിന് വഴിത്തിരിവാകുന്നത്. അനുജ, പുഷ്പ 2 റിലീസിംഗിനിടെ യുവതി മരിച്ച സംഭവത്തിൽ അല്ലു അർജുന്റെ മൊഴി വ്യാജമെന്ന് തെലങ്കാന പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. യുവതി നേരത്തെ മരിച്ചിരുന്നുവെന്ന് അല്ലു അർജുൻ അറിഞ്ഞിരുന്നു. അതിന്റെ വിശദ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ചേരുന്നു. പുഷ്പ 2യുടെ റിലീസിനിടെ യുവതി മരിച്ച സംഭവത്തിലാണ് സൂപ്പർ താരം അല്ലു അർജുനെതിരെ തെളിവുണ്ടെന്നിപ്പോൾ തെലങ്കാന പോലീസ് പറയുന്നത്. തിക്കിലും തിരക്കിലും പെട്ട് ലാത്തിചാർജ് ഉണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ യുവതി മരിച്ചിരുന്നു. ആ സമയം തന്നെ യുവതി മരിച്ച സംഭവം അല്ലു അർജുനെ നേരിട്ട് അറിയിച്ചതായും പോലീസ് പറയുന്നു. അല്ലു ഉണ്ടായിരുന്ന സന്ധ്യ തിയേറ്ററിലെ CCTV ദൃശ്യങ്ങളും പോലീസ് വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. നിയന്ത്രണാതീതമായ സ്ഥിതിയായിരുന്നുവെന്നും ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഉടൻ മടങ്ങണമെന്ന് താരത്തോട് ആവശ്യപ്പെട്ടപ്പോൾ സിനിമ കഴിയട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. പിന്നീട് DGP എത്തി 10 മിനിറ്റിനുള്ളിൽ മടങ്ങണമെന്നും വഴിയൊരുക്കി തരാമെന്നും പറഞ്ഞതോടെയാണ് അല്ലു അർജുൻ മടങ്ങാൻ തയ്യാറായതെന്നും ACP രമേശ് മാധ്യമങ്ങളോട് പറഞ്ഞു. പുറത്തു പോകുമ്പോൾ ആളുകളെ കാണരുതെന്ന നിർദ്ദേശവും താരം പാലിച്ചില്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ദുരന്തത്തിന് ശേഷവും നടൻ കാണികളെ അഭിവാദ്യം ചെയ്തതും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. എന്നാൽ യുവതി മരിച്ച സംഭവം അറിഞ്ഞത് പിറ്റേ ദിവസമാണെന്നായിരുന്നു നടൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. അതേസമയം ഇന്നലെ നടന്റെ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ജൂബിലി ഹിൽസിലെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ആളുകളാണ് വീടിന് നേരെ കല്ലെറിയുകയും തക്കാളി ചീമുട്ടയൊക്കെ തന്നെ എറിയുന്ന സാഹചര്യം ഉണ്ടായത്. ഒസ്മാനിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ എന്ന് അവകാശപ്പെട്ടവരാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. പുഷ്പ 2 റിലീസുമായി ബന്ധപ്പെട്ട പ്രദർശനത്തിനിടെ തിയേറ്ററിലുണ്ടായ തിരക്കിൽ സ്ത്രീ മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. സംഭവം നടക്കുമ്പോൾ അല്ലു അർജുൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഏതായാലും വളരെ രീതിയിലുള്ള മൊഴിയിലുള്ള വൈരുദ്ധ്യമാണ്. കാരണം സിനിമയുമായി ബന്ധപ്പെട്ട് ഈ തിയേറ്ററിലേക്ക് അതേസമയം എത്തുന്നതിനെക്കുറിച്ചുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് കരുതിയാണ് ആദ്യം ഇത്തരത്തിൽ തിയേറ്റർ ഉടമയ്ക്കെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷേ അല്ലു അർജുന് ഇക്കാര്യത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള പങ്കുണ്ടെന്നും കൂടി നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ഏതായാലും പോലീസ് വലിയ രീതിയിലുള്ള അന്വേഷണമാണ് ഈ ഒരു സംഭവമായി ആരംഭിച്ചിരിക്കുന്നത്. സംഘാടകർ വാക്കുപാലിക്കാത്തതിനെ തുടർന്ന് 35ഓളം വധൂവരന്മാർ സമൂഹ വിവാഹത്തിൽ നിന്ന് പിന്മാറി. ചേർത്തലയിലാണ് സംഭവം. അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ബിലു ചേരുന്നു. ചേർത്തലയിലാണ് ഈ സംഘാടകർ നൽകിയ വാഗ്ദാനവും ഉറപ്പുമൊന്നും പാലിച്ചില്ല എന്നാരോപിച്ച് വിവാഹവേദിയിൽ വധൂവരന്മാരും അവരുടെ കുടുംബാംഗങ്ങളും തർക്കവും വാക്കേറ്റവും ഉണ്ടായത്. 35 വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്ന വേദിയായിരുന്നു. ഇവിടെ ആകെ 9 എണ്ണം മാത്രമാണ് നടന്നിരുന്നത്. ഈ തർക്കത്തെ തുടർന്ന് 26 ജോഡി വധൂവരന്മാരാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയിരുന്നത്. ചേർത്തല പോലീസ് എത്തിയാണ് ഈ സ്ഥലത്തെ സ്ഥിതി പിന്നീട് ശാന്തമാക്കിയിരുന്നത്. വിവാഹത്തിൽ നിന്ന് പിന്മാറിയ 22 പേരുടെയും 2
നവദമ്പതിമാരുടെ പരാതിയിലാണ് സംഘാടകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ചേർത്തല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സത് സ്നേഹ ഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഞായറാഴ്ച ഇവിടെയുള്ള ഓഡിറ്റോറിയത്തിൽ സമൂഹ വിവാഹം സംഘടിപ്പിച്ചിരുന്നത്. എന്നാൽ മറ്റു ജില്ലകളിൽ നിന്ന് സംഘാടകർ വധൂവരന്മാരെ മറ്റു ജില്ലകളിൽ നിന്നുമൊക്കെ തന്നെ സംഘാടകർ വധൂവരന്മാരെ തിരഞ്ഞെടുത്തിരുന്നു. ഇടുക്കിയിലെ 2 സമുദായങ്ങളിൽ നിന്ന് മാത്രം 22 ജോഡി വിവാഹിതരെത്തിയിട്ടുണ്ടായിരുന്നു. സ്വർണ്ണ താലിമാലയും 2 ലക്ഷം രൂപയും കല്യാണ വസ്ത്രങ്ങളും നൽകാമെന്നായിരുന്നു സംഘാടകർ ഉറപ്പ് നൽകിയിരുന്നത്. ഈ വാക്ക് പാലിച്ചില്ല എന്നാണ് ഈ സമുദായ അംഗമായിട്ടുള്ള അംഗൻ പറയുന്നത്. വിവാഹത്തിന് മുന്നോടിയായുള്ള കൗൺസിലിംഗിലും ഇക്കാര്യം അവർ വ്യക്തമാക്കിയിരുന്നു. പണവും സ്വർണവും മറ്റു ചെലവുകളും സ്പോൺസർഷിപ്പിലൂടെയും സംഭാവനയിലൂടെയും ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഞായറാഴ്ച വിവാഹത്തിനെത്തിയപ്പോഴാണ് താലിയും വസ്ത്രങ്ങളും മാത്രമാണുള്ളതെന്ന് സംഘാടകർ അറിയിച്ചതെന്ന് ഇപ്പോൾ പിന്നീട് അറിയിച്ചതെന്നാണ് തങ്കൻ പറയുന്നത്. ഇതേപ്പറ്റിയുള്ള തർക്കമാണ് പിന്നീട് വിവാഹവേദിയിൽ വലിയ രീതിയിലുള്ള ബഹളത്തിലേക്കൊക്കെ വഴിവെച്ചത്. പിന്നീട് പോലീസ് സ്ഥലത്തെത്തിയാണ് ഈ സ്ഥിതി ശാന്തമാക്കിയിരിക്കുന്നത്. 2 പ്രാവശ്യം പോലീസ് എത്തി ചർച്ച നടത്തിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ തർക്കം കയ്യാങ്കളിയിലേക്ക് മാറുമെന്ന സാഹചര്യം വന്നതോടെയാണ് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതി ശാന്തമാക്കിയത്. പത്തനംതിട്ട കൊടുമണിൽ മദ്യലഹരിയിൽ യുവാക്കൾ അഴിഞ്ഞാടി. സുഹൃത്തിന്റെ മരണത്തെ തുടർന്ന് മദ്യലഹരിയിൽ യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ബിലു? നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. ഈ പ്രതിയുടെ സംസ്കാര ചടങ്ങിനെത്തിയ മറ്റ് സുഹൃത്തുക്കളാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ മദ്യ ലഹരിയിലായിരുന്നിട്ട് റോഡിൽ അഴിഞ്ഞാടിയിരിക്കുന്നത്. ഗതാഗതം തടസ്സപ്പെടുത്തിയും അതോടൊപ്പം വീടുകൾക്ക് നേരെ കല്ലെറിഞ്ഞും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ അസഭ്യവർഷവും ആക്രമണ ശ്രമവും ഒക്കെ നടത്തിയ 6 പേരെ സംഭവത്തിൽ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കൊടുമൺ അങ്ങാടിക്കൽ സ്വദേശിയായിട്ടുള്ള അർജുൻ, ഷമീൻ ലാൽ, എസ്റ്റിൻ ആനന്ദ്, അരുൺ, ബിപിൻ കുമാർ, അബിൻ എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. കണ്ടാൽ അറിയാവുന്ന 4 പേർ കൂടി സംഘത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇവർക്കായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രിയിലാണ് ഈ പത്തനംതിട്ട ഇടത്തിട്ടയിൽ കേസിന് ആസ്പദമായ സംഭവം നടന്നിരിക്കുന്നത്. കൊടുമൺ പോലീസ് സ്റ്റേഷനിൽ 14ഓളം ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള അതുൽ പ്രകാശ് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ചിരുന്നു. ഇയാളുടെ സംസ്കാര ചടങ്ങുകൾ പങ്കെടുത്ത ശേഷമാണ് ഈ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ മറ്റു ഈ ആളുകൾ വലിയ രീതിയിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കുകയും അതോടൊപ്പം തന്നെ റോഡിലൊക്കെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തത്. വാഹനങ്ങൾ തടഞ്ഞും യാത്രക്കാർക്ക് മാർഗ്ഗതടസ്സം സൃഷ്ടിച്ചുമാണ് റോഡിൽ അഴിഞ്ഞാടിയത്. ക്ഷേത്ര ദർശനത്തിന് പോയവരെ പോലും അസഭ്യം പറയുന്ന സാഹചര്യമുണ്ടായി. അവർക്ക് നേരെ കല്ലെറിഞ്ഞു. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് ഇൻസ്പെക്ടർ വിനോദും സംഘവുമാണ് ഇവരെ തടയാൻ ശ്രമിച്ചത്. എന്നാൽ പ്രതികൾ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതോടൊപ്പം ഇവരെ പോലീസുകാരെ തള്ളി മാറ്റുകയും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനിടെ ഇവരെ പോലീസ് വളരെ ശ്രമകരമായിട്ടാണ് ഇവരെ കീഴ്പ്പെടുത്തിയത്. 8 പേരോളം ഉണ്ടായിരുന്ന സംഘത്തിൽ 5 പേരോളമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇനിയുള്ള പ്രതികൾക്കായുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അനുജ, നന്ദി ബിലു. VMTV ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.